മേളിൽ നിന്ന് നേരെ ഇവിടെ വന്ന് പതിച്ചിട്ടുള്ളതാണ് വണ്ടി. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടുന്ന് അതിൻ്റെ പാടുകളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ വന്ന് തലകീഴായി മറിഞ്ഞതാണ് വണ്ടി. ഞാൻ കഴിഞ്ഞ തവണ പോയതിനേക്കാളും എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആസ്വദിക്കാൻ ഒരു അവസരം കിട്ടിയത് കേട്ടോ. കാരണം ബൈക്കിലാണ് ഞാൻ പോയത്, കാറിലൊന്നുമല്ല, ബൈക്കിലാണ്. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഈ പൊന്മുടിയുടെ അടിവാരം എത്തുന്നവരെ കല്ലാർ വരെ ഏകദേശം വെയിലായിരുന്നു. വെയിലിൻ്റെ ചൂടും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്ത് മേളിലോട്ട് കയറിയപ്പോൾ തൊട്ട് ആ അറ്റ്മോസ്ഫിയർ നമുക്ക് അറിയാൻ പറ്റും. നല്ല വെയിലാണ്, പക്ഷേ അതുപോലെ തണുപ്പും കാറ്റും എല്ലാം. എന്തൊരു രസമാണ് ആ ബൈക്ക് റൈഡ് ചെയ്യാനും ആ കാഴ്ചകളൊക്കെ കാണാൻ. വേറെ ഏതോ രാജ്യത്ത് പോലെ അത് കേട്ടോ തോന്നുന്നത്. ഇതൊക്കെ ഈ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തായ്ലൻഡ് എന്നൊക്കെ തോന്നിപ്പോവും. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. റോഡ് ഒക്കെ പുതിയതായിട്ട് ഇപ്പോൾ ടാർ ചെയ്തു, നല്ല വഴിയാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ തിരക്കുകളോ ഒന്നുമില്ലായിരുന്നു. ഞാൻ പോയത് ഈ ദിവസമായതുകൊണ്ട് സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കഴിവതും ഇട ദിവസങ്ങളിൽ പോവുക, ശനി ഞായർ ഒഴിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ പോവുക. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ തിരക്ക് കുറവായിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിൻ്റൊക്കെ ഒരുപാടുണ്ട്. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനും അതുപോലെ കുറച്ച് 10 മിനിറ്റ് അവിടെ നിൽക്കുമ്പോൾ ഒരു സുഖം കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഒരാളിനെ നമുക്ക് കാണിച്ചു തരാം. യാദൃശ്യമായിട്ടൊക്കെ വന്ന് നമ്മുടെ മുന്നിൽ പെടുന്നതാണ്. നമുക്ക് കാണിച്ചു തരാം. അത് അങ്ങോട്ടൊന്ന് സൂം ചെയ്ത്. ഇതിനാണ് ജയൻറ്റ് സ്ക്വിറൽ അഥവാ മലയണ്ണാൻ. നമ്മുടെ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ മലയണ്ണാൻ എന്ന് പറയുന്ന അടിപൊളി കാണാൻ ഭംഗിയൊക്കെ ഉള്ളൊരു കൂട്ടുകാരനാണ് കേട്ടോ അവൻ. പൊന്മുടിയിൽ ഒരു 20ഓളം പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എന്നാലും ഇന്നാണ് കേട്ടോ ഇത്രയും തിരക്ക് ഒഴിഞ്ഞ ദിവസം പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവന്മാരെയൊക്കെ കാണാൻ കഴിഞ്ഞത്. നല്ല വെയിലുണ്ട്. അങ്ങേ മലയിൽ നിന്ന് മഞ്ഞ് ഈ മലയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മണിയോടുകൂടി ഇവിടെയൊക്കെ മഞ്ഞ് മൂടുന്നതായിരിക്കും. പക്ഷേ ഇന്നിവിടെ അതിശക്തമായ കാറ്റാണ്. മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ ഇത്രയും വിഷ്വൽസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളും പുല്ല് കരിഞ്ഞ പ്രദേശങ്ങളും ഒക്കെ കാണുമ്പോൾ വേറെ ഏതോ രാജ്യത്ത് നമ്മൾ നിൽക്കുന്ന പോലെ. ഈ മരങ്ങളൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. അപ്പം അങ്ങനെ പൊന്മുടിയുടെ നെറുകയിൽ നമ്മൾ എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ട്. 3 വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയൊക്കെ നമുക്കൊന്ന് കയറണം. അടിപൊളി കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇത്രയും ദുർഘടമായ വഴികളാണ് കേട്ടോ വെള്ളോട്ട് എത്തിപ്പെടാനായിട്ട്. ഭയങ്കര പാടാണ് ഇതിലെ കയറി പോകാൻ. ഇത് ഇത്ര നമുക്ക് കയറണം. എന്നാൽ ചോറെല്ലാം ദഹിക്കും. ഇതിൻ്റെ നെറുകയിലെത്തിട്ട് തിരിച്ചു നോക്കിയപ്പോഴാണ് ഈ കയറ്റമെല്ലാം ഞാൻ തന്നെയാണോ കയറിയെന്ന് അതിശയപ്പെട്ടു പോയത്. അടിപൊളി കാറ്റ്. നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു, ഇനി എങ്ങനെ ഇറങ്ങുന്നൊരു പിടിയില്ല. അങ്ങോട്ട് നോക്കിയേ. ഞങ്ങളുടെ ഒരു സുഹൃത്തെ വീട്ടിലോട്ട് വന്നു. അവൻ പുള്ളിക്കാരന് പൊന്മുടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ആ പൊന്മുടി വ്യൂ ഒക്കെ ഒന്നുകൊണ്ട് കാണിച്ചിട്ട് വരാമെന്ന് കരുതി. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത മഞ്ഞില്ല. പക്ഷെ അതിനേക്കാളും അടിപൊളിയായിട്ട് കാറ്റും ഇത്രയും ചൂടുള്ള വെയിലടിച്ചിട്ട് പോലും ഒരു ശകലം ചൂട് നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നത്. തണുത്തുകൊണ്ടിരിക്കുന്നു, തണുക്കുക നല്ലപോലെ. ഈ കാറ്റിൻ്റെ ശക്തി എത്ര ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തിയാണ് ഇവിടെ. കണ്ടോ കാറ്റിൻ്റെ ശക്തി എത്രയാണെന്ന്? ഞാൻ മറിഞ്ഞു വീഴും, അത്രയ്ക്ക് കാറ്റാണ് കേട്ടോ. ഇത്രയും നാൾ പൊന്മുടിയിൽ വന്നാൽ ഇത്രയും ശക്തമായ കാറ്റടിച്ച ഇന്നാണ് കേട്ടോ. നമ്മളെ കൂടെ തന്നെ പറത്തിക്കൊണ്ട് പോകുന്ന ഒരു ശക്തിയിലുള്ള കാറ്റാണ്. നമ്മൾ ബാഗൊക്കെ അവിടെ തറയിൽ വെച്ചപ്പോൾ തന്നെ അതുവരെയും പറത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശക്തി ഈ കാറ്റിനുണ്ടായിരുന്നു. അത് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തന്നാന്ന് മനസ്സിലാവില്ല. ആ ഒരു കാറ്റ് എത്രത്തോളമാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഇത് പൊന്മുടിയിലോട്ട് പോകുന്ന 10ാം വളവിലുണ്ടായ ആക്സിഡൻ്റ് ആണ് കേട്ടോ. മുകളിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഏകദേശം ഈ കാർ തലകീഴായി മറിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ടോപ്പാണ് തറയിൽ വന്ന് ഇടിച്ചിരിക്കുന്നത്. അപ്പം ആൾക്കാർക്കൊക്കെ വല്ല പരുക്കുണ്ടോന്നൊന്നും ഒരു പിടിയുമില്ല. അതിൻ്റെ അവസ്ഥ നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് കഴിവതും നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി ഉള്ളവർ മാത്രം ഈ ഹെയർ പിന്നെ കയറാൻ വരിക. ഇതെനിക്കൊന്ന് കുറച്ച് കാലപ്പഴക്കമുള്ള വണ്ടിയാണ്. പക്ഷേ വണ്ടി നല്ല പരുക്കുണ്ട്. വണ്ടി എഞ്ചിൻ ഭാഗമൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സൊക്കെ കയറി വരുന്ന സമയത്ത് സൈഡ് കൊടുക്കാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഈ വളവിലൊക്കെ പരിചയമില്ലാത്തവരാണെങ്കിൽ കഴിവതും ഇങ്ങോട്ടുള്ള ഡ്രൈവിങ് പരിചയമുള്ള ആൾക്കാരെ മാത്രം കൊടുക്കുക. പരിചയമുള്ള ആൾക്കാരെ മാത്രം കൊടുക്കുക. ഇത് അവിടുന്ന് വണ്ടി ഇങ്ങ് താഴെ വന്ന് വീണതാണ്. അവിടെ അതുകൊണ്ട് ആ കല്ലൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ വണ്ടി നേരെ ഇവിടെ വന്ന് പതിച്ചതാണ്.
അത് ഇപ്പോൾ പാസ് ചെയ്ത് തിരുവല്ലായിൽ നിന്നുള്ളൊരു ടീമാണ് കേട്ടോ. അവർ ആ വണ്ടി നല്ല അടിപൊളിയായിട്ട് ഓൾട്ടർനേഷനൊക്കെ ചെയ്ത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരനോട് സംസാരിക്കുക അപ്പോൾ പറഞ്ഞു തിരുവല്ലായിൽ നിന്നാണ് അവർ അവിടെ നിന്ന് ഇവിടെ വരെ ആ വണ്ടിയിലാണ് വന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വണ്ടി പണി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണെന്ന് പറഞ്ഞു. പൊന്മുടിയെ പറ്റി അറിയാത്തവരല്ല എന്നോട് ചോദിക്കും അവിടെ എന്താ കാണാനുള്ളത്, കുറേ വെയിലല്ലേ, അല്ലേ പാറക്കെട്ടുകളല്ലേ, കുന്നിൻമുകളല്ലേ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ 2 മണിയോടുകൂടി അവിടെ ചെല്ലണം. ആ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും മനസ്സിലാവത്തില്ല. കുറേ നേരം നമ്മുടെ സമയം ഒരു 2-3 മണിക്കൂർ എപ്പോഴാണ് തീർന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. കുറേ ടൈം ഇരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പോലും ഞങ്ങൾക്ക് നടന്നില്ല. അത്രയും ഇരുത്താനുള്ള ഒരു കഴിവ് ആ പൊന്മുടിക്കുണ്ട്. നമ്മളെ അവിടെ ഇരുത്തി കുറേ ടൈം നമുക്ക് അത്ര സ്പെൻഡ് ചെയ്യിക്കാനുള്ളൊരു കഴിവ് ആ പൊന്മുടിക്കുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മറ്റേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഫോട്ടോ എടുത്താലും ഒരു ക്ലാരിറ്റിയും കിട്ടത്തില്ല, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷേ എത്ര ഇതായിട്ടിരിക്കുന്നവരായാലും ഇവിടെ വന്ന് ഫോട്ടോ എടുത്താൽ ഭയങ്കര ഗ്ലാമർ ആയിരിക്കും കേട്ടോ. നമ്മുടെ കയ്യിൽ നല്ല ഫോണൊന്നുമില്ല, ഇരിക്കുന്ന ഒരു പരട്ട ഫോണാണ്. അതിലെടുത്തപ്പോൾ തന്നെ ഇത്രയും ഗ്ലാമറായിട്ട് ഞാൻ ഇരിക്കുന്നു. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇട ദിവസങ്ങളിലൊക്കെ വല്ല ഓഫൊക്കെ കിട്ടുമ്പോൾ ബൈക്കിൽ ഒരു 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കറങ്ങിയിട്ട് പോകാൻ നല്ലതായിരിക്കും.